തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ നിർണായക ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. RSSന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടും നേതൃത്വം അത് കണക്കിലെടുത്തിട്ടില്ല എന്ന് പറയുന്നു. പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ട്. എത്ര കൊമ്പന്മാർ എതിരെ നിന്നാലും പോരാടുമെന്നും ആനന്ദ് സുഹൃത്തിനോട് പറയുന്നുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നോളെ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇതിലിപ്പോൾ ആനന്ദിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ നിന്ന് ആനന്ദ് കൃത്യമായി ഇതിലൊരു വലിയ രോഷമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരു നിരാശയല്ല, പക്ഷേ അത് പോരാടും, അത് തിരിച്ചു പിടിക്കുമെന്നുള്ള രീതിയിലുള്ള സംസാരമാണ്. പിന്നീട് എങ്ങനെയാണ് ഒരു ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന സംഭാഷണങ്ങളിൽ നിന്ന് എന്തൊക്കെ വ്യക്തമാകുന്നു സിജോ? ഈ ആനന്ദിന് സീറ്റ് ലഭിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിക്കുന്നു. അതിനുശേഷമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആനന്ദ് മത്സരരംഗത്തേക്ക് വരുന്നത്. ആ സമയത്ത് ആനന്ദ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളോടും പാർട്ടി പ്രവർത്തകരോടും RSS പ്രവർത്തകരോടും ഒക്കെ പിന്തുണ തേടിയിരുന്നു. അങ്ങനെ ഉറ്റവരായിട്ടുള്ള ആളുകൾ തന്നെ പിന്തുണയ്ക്കാമെന്ന ഉറപ്പാണ് നൽകിയിരുന്നത്. ആ ഒരു പിന്തുണയുടെ ആത്മവിശ്വാസത്തിലാണ് ആനന്ദ് മത്സരരംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. അതിന്റെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് RSS BJP നേതാക്കൾ പ്രാദേശിക നേതാക്കളുമായി സംസാരിക്കുന്നത്. ഒരു തരത്തിലും ആനന്ദിന് പിന്തുണ നൽകരുത്, ആനന്ദല്ല നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ പ്രചരണ രംഗത്ത് വരണമെന്ന് പറയുന്നു. അങ്ങനെ പാർട്ടിയുടെ നിർദ്ദേശവും സമ്മർദ്ദത്തിന്റെ ഭാഗമായി ആനന്ദിന് ഒപ്പം നിന്ന സുഹൃത്തുക്കൾ കൂടി ആനന്ദിന്റെ അടുത്ത് നിന്ന് പിന്തുണ പിൻവാങ്ങുന്നു. അത് വലിയ രീതിയിലുള്ള മാനസിക വിഷമം ആനന്ദിനുണ്ടാക്കി. അതോടൊപ്പമാണ് ഈ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ ഭാര്യ നിരന്തരം ഇയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, കയർത്ത് സംസാരിക്കുന്നത്, അതും വലിയ രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു വിഷമത്തിലാണ് ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും താൻ ഉറച്ചു തന്നെ നിൽക്കുന്നു, ഒരു ഫൈറ്റർ എന്ന നിലയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം തൻ്റെ കാൽച്ചൂട്ടിലെ മണ്ണ് പോകുന്നത് ആനന്ദിന് മനസ്സിലാകുന്നു. തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ തന്നിൽ നിന്ന് പിന്തുണ പിൻവലിച്ച് പുറകോട്ട് പോകുന്നതായി മനസ്സിലാകുന്നു. താൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ആത്മഹത്യയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത് നേരത്തെ തന്നെ ഒഴിവാക്കാമായിരുന്നു. ഒരുപക്ഷെ ആനന്ദുമായി പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഓരോ പാർട്ടി പ്രവർത്തകരെയും ഒപ്പം നിർത്തേണ്ട ഒരു സമീപനമായിരുന്നു നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത്തരത്തിലൊരു സമീപനം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അങ്ങനെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.